നമസ്കാരം. നമസ്കാരം. ഫവാസെ, ബജറ്റ് ബജറ്റ് അവതരണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തെ ഞെട്ടിക്കുന്ന പല പദ്ധതികളും വെളിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ വിറകൊള്ളിക്കുന്ന ചില പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്. അതിൽ പരക്കെ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്ന് രണ്ട് വിഷയങ്ങൾ തന്നെയാണ്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കും എന്ന് പറയുന്നതിലൂടെ കേരളത്തിൽ സുലഭമായി വീര്യം കുറഞ്ഞ മദ്യം ഒഴുകാനുള്ള ഒരു സാധ്യതയാണ് അതിലൂടെ കാണുന്ന ഏറ്റവും വലിയ അപകടം. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം ഒഴുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അതിന് നികുതി ഇളവ് കൊടുക്കുന്നതിലൂടെ ചില കുത്തക മദ്യ മുതലാളിമാർക്ക് കേരളത്തിൻ്റെ വിപണന രംഗത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ലൈസൻസ് തുറന്നു കൊടുക്കുന്നു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ധനവകുപ്പ് മന്ത്രി വി ഡി സതീശൻ എന്നുള്ളൊരു ആരോപണം അവിടെ വരുന്നു. കേരളത്തെ കുടിപ്പിച്ച് കിടത്താൻ പോകുന്നു മുഖ്യമന്ത്രി എന്നൊരു ധാരണ വരുന്നു. മാത്രമല്ല, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇത്തരം ചില നീക്കങ്ങളോട് ശക്തിയുക്തം എതിർത്തിരുന്ന ആളാണ് എന്നുകൂടി എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ എക്സൈസ് വകുപ്പ് മന്ത്രി വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത് എന്നുള്ള ആ ഫയലുകളെല്ലാം ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത. ഇത് കൂടാതെ കൂടുതൽ വിവാദങ്ങളിലേക്ക് നീങ്ങുന്ന മറ്റൊരു കാര്യമാണ്, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ധാതു ഖനനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയുള്ളത്, ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയുള്ളത്. എന്നാൽ അത്തരം ചില കാര്യങ്ങളിൽ ചില ഇളവുകൾ കൊടുത്തുകൊണ്ട് സ്വകാര്യ മേഖലകൾക്ക് കൂടി ഈ ധാതു മണൽ ഖനനത്തിനുള്ള ഒരു അനുമതി കൊടുക്കണം, അവർക്ക് കൂടി പങ്കാളിത്തം അതിൽ ഉണ്ടായിരിക്കണം എന്ന തരത്തിൽ കൂടി വി ഡി സതീശൻ്റെ ഒരു പ്രസ്താവന വരികയുണ്ടായി. ഇത് രണ്ടുമാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ വിറകൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ ഇപ്പോൾ തന്നെ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന വിവാദങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ 10 വർഷം ഭരിച്ചപ്പോൾ CMRL എന്ന കമ്പനിക്ക് അനധികൃതമായി കരിമണൽ കടത്തുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് പിണറായി വിജയൻ നേരിട്ടും അല്ലാതെ പിണറായി വിജയനും മകൾ വീണ വിജയനും കൈപ്പറ്റിയിരിക്കുന്നത്. കൂടാതെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും, മാധ്യമപ്രവർത്തകർക്കും, സാമൂഹിക പ്രവർത്തകർക്കും എല്ലാം കറുത്ത കോഴ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ വ്യക്തമാക്കുന്നു. എന്തായാലും ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ഇപ്പോൾ പുതിയ സർക്കാർ നിലവിൽ വന്നപ്പോൾ കഴിഞ്ഞ സർക്കാരുകളുടെ തുടർച്ച എന്നോണം തന്നെയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ധാതു മണൽ ഖനനത്തിൻ്റെ കാര്യത്തിലുമെല്ലാം വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയും ധനവകുപ്പ് മന്ത്രിയും ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്, അല്ലെങ്കിൽ അത്തരം ചില നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെതിരെ കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാവും വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഹൈക്കമാൻഡിനെ ചെന്ന് കണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി, അല്ലെങ്കിൽ വി ഡി സതീശന് വേണ്ടി നിലപാടെടുത്ത VM സുധീരൻ തന്നെ രംഗത്ത് വരുന്നു എന്നുള്ളതും വലിയ വെല്ലുവിളി തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന ഒരു നടപടിക്രമമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മദ്യത്തിൻ്റെ കാര്യത്തിലായാലും കരിമണൽ ഖനനത്തിൻ്റെ കാര്യത്തിലായാലും ഇത്തരം സ്വകാര്യ കമ്പനികളും സ്വകാര്യ പങ്കാളിത്തവും എല്ലാം കേരളത്തിൽ വരുമ്പോൾ സുലഭമായി വീര്യം കുറഞ്ഞതായാലും കൂടിയതായാലും മദ്യം ഒഴുകാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ കേരളത്തിൻ്റെ യുവാക്കളെ, അല്ലെങ്കിൽ കേരള ജനതയെ അത് ബാധിക്കുന്നു. അതുപോലെ കേരളത്തിൻ്റെ ധാതുമണൽ സമ്പത്തുകളെല്ലാം സ്വകാര്യ വ്യക്തികൾ ഖനനം ചെയ്ത് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെയും സംസ്ഥാനത്തിന് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? എനിക്കിത് തോന്നിയ ഒന്നാമത്തെ കാര്യം, തല്ലാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ വടി കൊടുത്ത പോലെയായി. കാരണം സതീശൻ ഭരണത്തിലേറുമ്പോൾ പറഞ്ഞിരുന്നത് ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണെന്നുള്ളതും, അതുമാത്രമല്ല അതിന് മറുപടി എന്നോണം പിന്നീട് പിണറായി വിജയനും രംഗത്ത് വരുന്നു. പിണറായി വിജയൻ പറഞ്ഞ മറ്റൊരു കാര്യം, കേന്ദ്രം സർക്കാർ പലപ്പോഴും തങ്ങൾ തഴയുന്നു എന്നുള്ളത്, തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള GST വിഹിതം തരുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ പറയാറുണ്ട്. പക്ഷേ വി ഡി സതീശൻ വന്നപ്പം ആ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷം കൃത്യമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇത് BJP ആയിട്ടുള്ള അല്ലെങ്കിൽ മോദിയുമായിട്ടുള്ള സോഫ്റ്റ് കോർണറിൻ്റെ ഭാഗമാണെന്നുള്ളത്. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഗവർണർ വിഷയത്തിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ഭാരതാംബ വിഷയത്തിലൊക്കെ കൃത്യമായിട്ട് നിലപാട് പറയേണ്ട കോൺഗ്രസ് പക്ഷേ മൗനം പാലിക്കുന്നു. മാത്രമല്ല, ഇപ്പം ഈ വിഷയം വരുമ്പോഴും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും പറയുന്നൊന്നുമില്ല വി ഡി സതീശൻ. അപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ, എനിക്ക് തോന്നുന്നു പലപ്പോഴും ഗവർണറായിട്ടുള്ളൊരു നേരിട്ടുള്ളൊരു യുദ്ധത്തിലോട്ട് പോകേണ്ട, ഭരണത്തിൻ്റെ സ്മൂത്തായ പോക്കിന് വേണ്ടിയിട്ട് ഗവർണറായിട്ട് വലിയ ഉടക്കിലോട്ട് പോകേണ്ട എന്നുള്ള രീതിയുടെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ വി ഡി സതീശൻ സൈലൻസ് കീപ്പ് ചെയ്യുന്നത്.
രണ്ടാമത്തെ കാര്യം VM സുധീരൻ്റെ കാര്യമാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ തല്ലാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ വടിയിട്ട് കൊടുത്തു എന്നുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ കരിമണൽ ധാതു വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങാണ്ട് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് പറഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകും. കാരണം അതിൽ തന്നെ വലിയ അഴിമതി ആരോപിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് പൊതുവെ നടത്താറുള്ളത്. പിന്നെ അതിൽ മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതിയുടെ ഇളവ് ഉണ്ടാകും എന്നുള്ള കാര്യം. കാരണം നമുക്കറിയാം ഇവിടെ രണ്ട് തരത്തിൽ നമുക്ക് ഇതിന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് വീര്യം കൂടിയ മദ്യം, വീര്യം കുറഞ്ഞ മദ്യം. ഒരു ചോദ്യം വരും, വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യമല്ല, എല്ലാം വീര്യം കൂടിയതേ ഉള്ളൂ. പിന്നെ വീര്യം കുറഞ്ഞത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് കാറ്റഗറി പറഞ്ഞ പോലെ വൈന് പറയാം, അല്ലെങ്കിൽ ബിയറും പറയാം. ഈ രണ്ട് കാര്യം നമുക്ക് പറയാം. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് 3%-നും 4%-നും ഇടയിൽ താഴെ മാത്രമാണ് വരുന്നത്. അപ്പോൾ പിന്നീടുള്ള ബാക്കിയുള്ളതൊക്കെ വീര്യം കൂടിയ മദ്യങ്ങളാണ് വരുന്നത്. അപ്പം അവിടെയാണ് ഈ പറഞ്ഞ പോലെ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഈ പറഞ്ഞ നികുതി ഇളവ് കൊടുക്കുന്നു എന്നുള്ളത്. അതിനർത്ഥം എന്താ, പുതിയ കമ്പനികളെ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെ കേരളത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഉള്ള ഒരു കമ്പനി തന്നെയാണ് ഈ പറഞ്ഞ പോലെ അതിന് പേര് എനിക്ക് ഓർമ്മയില്ല, എന്താണ്, ബെക്കാഡി കമ്പനി. അപ്പം ബെക്കാഡി കമ്പനി കേരളത്തിലൊഴികെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ ബ്രീസ് എന്ന് പറഞ്ഞുള്ളൊരു പിന്നെ ബ്രാൻഡ് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 10%. അപ്പം ഇത് പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഈ വൈറ്റ് സ്കോളർ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ തരത്തിലുള്ള ബ്ലൂ കോളർ തട്ടിലുള്ള ആൾക്കാരൊക്കെയാണ് പൊതുവെ യൂസ് ചെയ്യാറ്. കാരണം IT കമ്പനിയിൽ ഇരിക്കുന്നവർക്ക് ഇത് ഭയങ്കര മധുരം കൂടിയതും അതേപോലെ വൈന് പോലെയൊക്കെ തന്നെ ഉള്ളതായിരിക്കും. ഫ്രൂട്ട്സിൻ്റെ പൾപ്പൊക്കെ എടുത്തുകൊണ്ട് ഫ്രൂട്ട്സിൻ്റെ പൾപ്പും അതേപോലെ മധുരം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു 10% താഴെയാണ് ആൽക്കഹോൾ കണ്ടന്റ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. 10% താഴെയും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ പൾപ്പും അതേപോലെ മധുരം ഇതെല്ലാം പാടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സോഫ്റ്റ് സോഡ അല്ലെങ്കിൽ നമ്മൾ ഈ സോഫ്റ്റ് പാനീയങ്ങളൊക്കെ കുടിക്കുന്ന അതേ ഒരു ഫീൽ ആയിരിക്കും. ഒരു ആൽക്കഹോൾ ഫീൽ ചെയ്യില്ല. മറ്റൊരു കാര്യം കൂടി അവിടെ അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് കൂടി അതിൻ്റെ അനുഗുണമായ ഒരു ഫലപ്രാപ്തി ഉണ്ടാകും. കാരണം ധാന്യങ്ങളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നുമാണ് ഇത്തരം മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ധാതു കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ധാതു സമ്പത്ത് കണ്ടെത്തുന്നത് എന്ന് പറയുമ്പോൾ കർഷകർക്ക് ഇവയെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കർഷകർക്ക് മികച്ച രീതിയിലുള്ള ഒരു വരുമാനം കൊടുക്കാൻ സാധിക്കും, ആ കാർഷിക വൃത്തി അഭിവൃദ്ധിപ്പെടുത്താൻ സാധിക്കും എന്നൊക്കെയാണ് അതിലൂടെ അവകാശപ്പെടുന്നത്. ഇടതുപക്ഷ സർക്കാർ അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ധാന്യങ്ങൾ ഉപയോഗിച്ച്, അതായത് ആ മേഖലയിൽ ധാന്യ കർഷകന്മാരെ കേരളത്തിൻ്റെ ധാന്യ ദൗർലഭ്യം കണക്കിലെടുത്തുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പഴച്ചാറുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ കശുമാങ്ങ അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാരാളം പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന മദ്യത്തിനാണ് അന്ന് അവർ വീര്യം കുറഞ്ഞ മദ്യം എന്ന് വീക്ഷിച്ചിരുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ VD സതീശൻ സർക്കാരും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ 10%-ൽ താഴെ വീര്യമുള്ള മദ്യങ്ങളെല്ലാം വീര്യം കുറഞ്ഞ മദ്യം എന്ന കാറ്റഗറിയിൽ കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഫവാസ് സൂചിപ്പിച്ചതുപോലെ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ദീർഘനേരം രാത്രിയിലുമൊക്കെ ഉറക്കമുളച്ചിരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്ന രീതിയിൽ അവർക്ക് ഉന്മേഷത്തിനും അവർക്ക് കൂടുതൽ എന്താണ് മദ്യത്തിൻ്റെതായ ലഹരി അവരെ ബാധിക്കാത്ത രീതിയിലുള്ള ഉന്മേഷം പകരുന്ന ഒരു പാനീയം എന്ന രീതിയിൽ ഇത് വിറ്റഴിക്കാൻ സാധിക്കുമ്പോൾ കാർഷിക മേഖലയ്ക്കും അനുഗുണമാകും. മദ്യപാനത്തിൽ നിന്ന് യുവതയെ, വീര്യം കൂടിയ മദ്യപാനം നടത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊരു വിമോചനം എന്ന രീതിയിൽ കൂടിയാണ് ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു വലിയൊരു നേട്ടം എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗം ഈ വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിക്കുന്നതിലൂടെ ഗംഭീരമായ രീതിയിൽ ഗണ്യമായ രീതിയിൽ കുറയും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പ്രാവർത്തികമാകുമ്പോഴാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഒരു കാര്യം ശരി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയും ചെറിയ പാമ്പ് കടിച്ചാലും വലിയ പാമ്പ് കടിച്ചാലും വിഷമേൽക്കുമെന്ന് പറഞ്ഞതുപോലെ വീര്യം കുറഞ്ഞ മദ്യമായാലും വീര്യം കൂടിയ മദ്യമായാലും മദ്യം തന്നെയാണ് മനുഷ്യൻ്റെ സ്വസ്ഥമായ ജീവിതത്തെയും അവൻ്റെ ശാരീരിക ആരോഗ്യത്തെയും ആന്തരിക ഘടനയെല്ലാം തകർക്കുന്ന രീതിയിൽ തന്നെയാണ്. വീര്യം കുറഞ്ഞ മദ്യം തുടർച്ചയായി ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായും അതിൻ്റെ ലഭ്യതയുണ്ടെങ്കിൽ ഒരളവ് വരെ ആരോഗ്യ നശിക്കാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ സാമ്പത്തിക നഷ്ടം, കുടുംബത്തിലുള്ള കലഹം, സാമൂഹ്യ ദ്രോഹപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുന്നതിലൂടെ എന്തൊക്കെ സാമൂഹ്യ വിപത്തുണ്ടാവുമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും എന്തൊക്കെ സംഭവിക്കാമെന്നോ അതിന് തദനുസാരിയായിട്ടുള്ള കുഴപ്പങ്ങൾ വീര്യം കുറഞ്ഞ മദ്യത്തിലൂടെ ഉണ്ടാകും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫാക്ടറികളില്ല, ഒരുപാട് GST കിട്ടാൻ. ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഫാക്ടറികളുണ്ട്. മാനുഫാക്ചറിങ് കൺട്രിയാണ്, സ്റ്റേറ്റാണ് തമിഴ്നാട്. മാത്രമല്ല തെലങ്കാന അല്ലെങ്കിൽ ആന്ധ്ര, കർണാടക എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഉൽപാദനക്ഷമതയുള്ള സംസ്ഥാനങ്ങളാണ്. പക്ഷേ കേരളത്തിലോട്ട് വരുമ്പോൾ നമുക്ക് അതിന് പ്രത്യേകിച്ച് സാധനം എടുത്ത് പറയാനില്ല. നമ്മളെ പ്രധാനപ്പെട്ട വരുമാനം അത് ഈ പറഞ്ഞ പോലെ മദ്യത്തിൽ നിന്ന് തന്നെയാണ്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലെ നട്ടെല്ല് എന്ന് പറയുന്നത് അത് മദ്യം തന്നെയാണ്. മദ്യപാനികൾ നിന്ന് കഴിഞ്ഞാൽ
അത് വലിയൊരു ചോദ്യത്തിനാണ്. പിന്നെ എങ്ങനെ കേരളത്തെ മുമ്പോട്ട് കൊണ്ടുപോകും? പിന്നെ നമുക്ക് വേറെ വരുമാന മാർഗ്ഗമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇതിന് രണ്ട് വശമുണ്ട്. ഇതിലിപ്പോൾ പ്രധാനപ്പെട്ടായിട്ട് ഈ ഒരു പ്രശ്നം വരാൻ കാരണം UDFിൻ്റെ നിലപാട്. കാരണം UDF മദ്യവർജനം എന്നുള്ള സാധനം മുമ്പോട്ട് കൊണ്ടുവച്ചാണ്. 2014 ഈ പറഞ്ഞ പോലെ 16 മോദി ഭരണത്തിൽ കയറുമ്പം മോദിയല്ല 2016 ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ ഭരണത്തിൽ കയറുമ്പോൾ പിണറായി വിജയനും പറഞ്ഞത് മദ്യവർജനം എന്നായിരുന്നു. അന്ന് ഇന്നസെൻ്റ് ആയിരുന്നു അതിൻ്റെ പരസ്യത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ. പിന്നീട് മദ്യവർജനമല്ല, ഒരുപാട് മദ്യ കമ്പനികൾ ഇവിടെ വരുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അതൊക്കെ പുതിയ പുതിയ ബ്രാഞ്ചികം ബാറുകളാണ് മദ്യവർജനത്തെ കുറിച്ച് സംസാരിച്ചിരുന്ന ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ 800-ലധികം ബാറുകൾ കൂട്ടിക്കൊടുത്തു. മാത്രമല്ല ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിക്കൊടുത്തു. അതല്ല, ഓൺലൈനായിട്ട് സ്വിഗ്ഗി സൊമാറ്റോ പോലത്തെ പറഞ്ഞ് ബുക്ക് ചെയ്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുവരുന്ന തരത്തിലാക്കി. അപ്പോൾ ഇതിലൂടെയെല്ലാം എങ്ങനെയാണ് മദ്യവർജനം ഉണ്ടാക്കുക? അപ്പോൾ മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ചുകൊണ്ട് അതിനെതിരെയുള്ള ഒരു രീതിയാണ് നീങ്ങേണ്ടതെന്ന് പറയും. മദ്യം സുലഭമായി ലഭ്യമാക്കിക്കൊണ്ട് അതിൻ്റെ മദ്യവർജനത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ മനോനിയന്ത്രണത്തിലൂടെ ഉപയോഗ നിയന്ത്രണത്തിലൂടെയൊക്കെയാണ് അത് നിർത്തലാക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും കൊച്ചുകുട്ടികളുടെ മുന്നിൽ ഇതിൽ സാറ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഇതിലോട് ചെറിയ വിയോജിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ വീര്യം കൂടിയ മദ്യത്തേക്കാൾ എന്തുകൊണ്ടും നല്ലതായിരിക്കും വീര്യം കുറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ പോലെ UDFിൻ്റെ അവരുടെ ഒരു ഐഡിയോളജിക്ക് യോജിച്ചതല്ല ഇത് എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പം LDF സർക്കാർ ഈ പറഞ്ഞ പോലെ അവർ മദ്യത്തിനെതിരാണെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മദ്യങ്ങൾ കേരളത്തിൽ തുടങ്ങിയത് LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല. അതിനെതിരെ നിലപാടെടുക്കേണ്ട പാർട്ടി തന്നെയാണ് UDF എന്നുള്ളത്. പക്ഷേ അതിനെതിരെ ശക്തിയുക്തം പ്രതിപക്ഷ നേതാവായ അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ VD സതീശൻ. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ എന്നിട്ട് നമ്മൾ 2021 ഇലക്ഷൻ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ള സാധനം ജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മദ്യം നിരോധിച്ചുകൊണ്ട് ജനങ്ങൾ അതല്ല നോക്കുന്നത്. അപ്പോൾ മദ്യം ഉൽപ്പാദനം എനിക്ക് തോന്നിയൊരു കാര്യം പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സോഫ്റ്റ് കോൺ ഈ മദ്യം ഓക്കെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ സതീശന് ഒരുപാട് വരുമാന ഖജനാവിലോട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അഴിമതി ആരോപണം ഉണ്ടാവും എന്നുള്ള സാധനമാണ്. കാരണം ബ്ലൂവറി വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഇത്ര പെട്ടെന്ന് ഫയലുകൾ ബ്ലൂവറിയിൽ നീക്കി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷമായിരുന്ന UDF അന്ന് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു. ഇന്ന് സതീശൻ പെട്ടെന്ന് ഇവർക്ക് വേണ്ടിങ്ങാണ്ട് പെട്ടെന്ന് ഇതിൻ്റെ ഫയലുകൾ നീക്കുമ്പോൾ സ്വാഭാവികമായിട്ടും LDF അവസാനം ഉന്നയിക്കുന്നു എന്നുള്ളത് ഇത് അഴിമതിയിലോട്ട് പോകുന്നുള്ള അവരത് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് തുറന്നു ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടി എന്നാണ് ചോദിച്ചത്. അപ്പൊ അതിനർത്ഥം പഴയ സർക്കാരിന്റെ കാലത്ത് മദ്യനയം രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ മദ്യരാജാക്കന്മാരിൽ നിന്ന് അവർക്ക് പണം കിട്ടിയിട്ടുണ്ടെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അത് തന്നെ VD സതീശൻ തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. ആ അനുഭവ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ MP രാജേഷ് അങ്ങനെ ചോദിച്ചു എന്നുള്ളത്. ഇവർ തമ്മിലുള്ള ഘോക്കവിളി എന്ത് തന്നെയായാലും അത് സമൂഹത്തിലുണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്താണെന്നുള്ളത് സർക്കാരിന് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. ഇതിൽ ഇത്ര മാത്രം നമുക്ക് സാധാരണ ഒരാൾക്ക് മനസ്സിലാവാൻ വേണ്ടി വളരെ സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ 30% ആൽക്കഹോളുള്ള ഒരു കണ്ടന്റാണ് നമുക്ക് പ്രശ്നമാകുന്നത്. 10% താഴെയുള്ളതാണോ? രണ്ടും മദ്യം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇൻറ്റൻസിറ്റി തീവ്രത കുറവായിരിക്കും VD സതീശൻ ഈ കൊണ്ടുവന്ന സാധനത്തിൽ എന്നുള്ള സാധനമാണ്. പക്ഷെ അപ്പോഴും UDF സർക്കാരിൻ്റെ നയങ്ങൾക്ക് എതിരാണ് ഇത് എന്നുള്ളൊരു സാധനം അവിടെ കിടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല ഈ വൈറ്റ് കോളർ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യും. പക്ഷേ കേരളത്തിലോട്ട് വരുമ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജെൻസി അതേപോലെ മില്യൻസ് ഈ വിഭാഗമൊന്നും വല്ലാണ്ട് കള്ളിനോട് താല്പര്യമില്ലാത്തവരാണ്. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ ജെൻസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഞങ്ങളെ പ്രായത്തിലുള്ളവരൊന്നും ഇപ്പോൾ നമ്മൾ ഈ 96 കാലഘട്ടം മുതൽ ഉള്ളവരെയാണ്. ഏകദേശം നമ്മൾ ഈ 2002 വരെയുള്ളവരൊക്കെ നമ്മൾ ജെൻസി എന്ന് പറയും. അപ്പോൾ പിന്നീട് ആൽഫ വരുന്നു, ബീറ്റ വരുന്നു, മില്യൻ വരുന്നു. അപ്പോൾ അതൊക്കെ ഇതിന് കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജെൻസി വിഭാഗത്തിന് പൊതുവെ താല്പര്യമില്ല ഈ കള്ളിനോട് എന്നുള്ള സത്യാവസ്ഥയാണ്. പക്ഷേ അതേ ജെൻസിയിൽ നല്ല വിഭാഗം ഈ MDMA മറ്റു കാര്യങ്ങളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കള്ളിന് ഈ പറഞ്ഞ പോലെ യൂത്തിനെ വല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ സാർ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇപ്പോൾ വല്ലാണ്ട് നമ്മളെ കേരളത്തിലൊന്നും ബാറിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നതൊക്കെ വളരെ ഇധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥയാണ്. അപ്പോൾ കള്ള് കേരളത്തിൽ കുറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കുന്ന ഒരു സത്യാവസ്ഥയാണ്. അപ്പോൾ അതിലോട്ട് ഈ സാധനം വരുമ്പോൾ വീണ്ടും സുലഭമായി കിട്ടുമ്പോൾ ജൻസികളെല്ലാം വീണ്ടും ഇതിലോട്ട് കാലെടുത്ത് വെക്കും എന്നുള്ള സാധനമാണ്. കാരണം ഇത്തരത്തിൽ വീര്യം കുറയുമ്പോൾ പല ആൾക്കാരും വൈനിനെ ആൽക്കഹോളായിട്ട് കണ്ടന്റ് പറയാറില്ല. വൈൻ ആരോഗ്യത്തിന് നല്ലതാണ്, ചൂടിന് നല്ലതാണ്, ശരിയാണ്, ഒരു പരിധിവരെ ഹെൽത്തിന് നല്ലതാണ്. അപ്പം അത്തരത്തിലായിരിക്കും ഇതിനെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ രണ്ട് വശങ്ങളുണ്ട് ഇതിന്, മോശമുണ്ട് ദോഷമുണ്ട്. അതേപോലെ തന്നെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖജനാവിലോട്ട് കുറച്ച് പൈസ കൂടുതൽ കിട്ടും ചെയ്യും. പക്ഷെ എന്തായാലും UDF സർക്കാരിൻ്റെ നയങ്ങൾക്ക് അത് എതിരാണ്. അപ്പം എങ്ങനെയായിരിക്കും ഇതിനെ തിരിച്ചറിയുന്നത്? നേതാക്കന്മാരതിന് പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. അതെ, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാവാൻ VD സതീശൻ ആവണം എന്നുള്ളതിൽ ഏറ്റവും ഉറച്ചു നിന്ന, അദ്ദേഹത്തിന് വേണ്ടി പോരാടിയ ഒരു നേതാവ് കൃത്യമായ നിലപാടുകൾ അറിയിച്ചതും VM സുധീരൻ തന്നെയാണ്. അതേ VM സുധീരൻ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും VM സുധീരന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയാണ്ട് പോകാൻ പറ്റില്ല. കാരണം
അദ്ദേഹം കൃത്യമായ നിലപാട് എപ്പോഴൊക്കെയാണോ സ്വന്തം പാർട്ടി അധികാരത്തിൽ വരുന്നത്, പാർട്ടി എപ്പോഴെങ്കിലും പാർട്ടി നയങ്ങൾ വിട്ടു പോകുന്നുണ്ടോ അപ്പോഴൊക്കെ VS അച്യുതാനന്ദൻ ചെയ്ത പോലെ തന്നെ കൃത്യമായി പാർട്ടിക്കുള്ളിൽ ഒരു വിമത ശബ്ദമായി അദ്ദേഹം എന്നും നിലകൊണ്ടിട്ടുണ്ട്. അത് എല്ലാ കാലത്തും, ഉമ്മൻചാണ്ടി കാലത്തിനും അതുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും VD സർക്കാർ വരുമ്പോഴും അദ്ദേഹം കൃത്യമായ നിലപാട് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ തെറ്റായ നിലപാടിലോട് പോകുന്നുണ്ടെങ്കിൽ, മാത്രമല്ല KC വേണുഗോപാൽ അടക്കം ഈ വിഷയത്തിൽ VD സതീശനെതിരായി പറഞ്ഞിട്ടുണ്ട്. മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇൻഡയറക്റ്റ്ലി അദ്ദേഹം ഇത് പുനർവിചിന്തനം ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ പാർട്ടി ആലോചിക്കേണ്ടി വരുമെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, പിന്നെ എനിക്ക് തോന്നുന്നു ഇത് സതീശൻ മന്ത്രി ലിജു പറഞ്ഞിട്ടുണ്ട് അവരോട് ചോദിക്കാതെ കൺസൾട്ട് ചെയ്യാനാണ് ഈ നിയമം എടുത്തതെന്നുള്ളത്. അപ്പൊ അവരൊക്കെ നോക്കുകുത്തിയാക്കിയിട്ടാണ് സതീശൻ ഈ നിലപാടെടുത്തത്. മറ്റൊരു കാര്യം കൂടി, ഈ രമേശ് ചെന്നിത്തല ഒരു മുൻകൂർ ജാമ്യം VD സതീശൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. കാരണം ബജറ്റ് അവതരണ വേളയിൽ ബജറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്തങ്ങനെ പറയാറില്ല, അതിന്റെ പേരിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ മുന്നണിയിലെ ആൾക്കാർ മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ തീർച്ചയായും അത്തരത്തിലൊരു നീക്കങ്ങൾ സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ അത് മുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പേരിൽ ഇവിടുത്തെ ഉപഭോഗം എത്ര തന്നെയായാലും അത് മദ്യത്തിന്റെ ഗണനയിൽ തന്നെ വരുന്ന കാര്യം തന്നെയാണ്. വീര്യം കുറഞ്ഞാലും വീര്യം കൂടിയാലും മദ്യം തന്നെ. പിന്നെ ഇപ്പോൾ ഇത് വലിയ MP രാജേഷ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ വലിയ അഴിമതികൾക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിക്കുന്ന ബക്കാഡിൻ പോലുള്ള കമ്പനികളിൽ നിന്ന് കോഴ വാങ്ങിയിട്ടാണ് VD സതീശൻ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നത് എന്ന് പരക്കെ അവരിപ്പോൾ തന്നെ എടുത്തു പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ല. എന്ത് തന്നെയായാലും ആരോപണം ഉന്നയിക്കുന്നവർക്ക് ആരോപണം ഉന്നയിച്ചാൽ മതി. എന്നാൽ VD സതീശൻ ഒരു മാസം സർക്കാർ പിന്നിടുമ്പോൾ ഇത്തരം അഴിമതിയിലൂടെയൊന്നും ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ സർക്കാരിനെ അങ്ങനെ ഒരു ചീത്തപ്പേര് കേൾപ്പിക്കാൻ VD സതീശന് തയ്യാറാകില്ല എന്ന് വേണം ഇതുവരെയുള്ള VD സതീശൻ്റെ നിലപാടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ഇക്കാര്യത്തിലൊരു പുനർവിചിന്തനം ഉണ്ടാകും, പാർട്ടിയുടെ ഒരു തിരുത്തലിന് അദ്ദേഹം വിധേയമാവും എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തറിയോ, അദ്ദേഹം തന്നെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ധനകാര്യ വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇത് മാറ്റാനാണ്, പഴയ ഗവൺമെൻറ് നിലപാടോടിലല്ല ഞാൻ പോകുന്നത്, ഇതിനെ പൊളിച്ചെഴുത്തി മാറ്റാൻ വേണ്ടിയിട്ടും സർക്കാരിൻ്റെ ഖജനാവ് നിറക്കാൻ വേണ്ടിയിട്ടും തന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹം നായികക്ക് 40 വട്ടം പറയുന്നതാണ്. അദ്ദേഹത്തിന് ഈ സാധനം തെളിയിച്ചു കൊടുക്കണം. പെട്ടെന്ന് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു ഉഷാഗ്രത ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. ഈ മദ്യമാണല്ലോ ഇവിടുത്തെ നട്ടല്ലേ, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിന് ടാക്സ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സാധനം വരും, ഉപഭോഗം കൂടും, അപ്പോൾ ഖജനാവിലോട്ട് പൈസ എത്തും. ഈ ഒരു എളുപ്പപ്പണിയാണ് അദ്ദേഹം കണ്ടത്. പക്ഷേ അതിന് ഇങ്ങനെ നെഗറ്റീവ് വശം കൂടിയുണ്ട്. ജനങ്ങൾ ഇതിനെ എന്താ പറയുക, CPM ഇതിനെതിരായി എടുക്കുന്നുള്ളതും ജനങ്ങൾക്കിടയിൽ വികാരം ഉണ്ടാകുന്നുള്ളതും UDF മുന്നണിയുടെ നയങ്ങൾക്ക് എതിരാണ്. പിന്നെ ഏത് തരത്തിലൊരു സമവായത്തിലൂടെ എന്തായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് VD സതീശൻ ഈ വിഷയത്തിൽ നിന്ന് U-turn അടിക്കും എന്നുള്ളതാണ്. കാരണം എന്തായാലും കാത്തിരുന്ന് കാണണം. എന്തായാലും ഉടനെ ഉണ്ടാവില്ലെങ്കിലും ഈ പാർട്ടിയുടെ ഒരു ചർച്ചയ്ക്ക് അത് വിധേയമാകും. അതിന് VD സതീശൻ മറുപടി പറയേണ്ടായി വരും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് പക്വതക്കുറവ് എന്നുള്ള സാധനം രമേശ് ചെന്നിത്തല എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. തനിക്ക് എന്തുകൊണ്ടും യോഗ്യനാവൻ, താൻ മുഖ്യമന്ത്രി അവൻ യോഗ്യനാണെന്നുള്ളത്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അത്രയും സീനിയോറിറ്റി ഉണ്ട് നിലപാടെടുക്കാൻ. കാരണം പ്രത്യേകിച്ച് UDF LDFനെ പോലെയല്ല UDF. LDF പിണറായി വിജയൻ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചാരും ചോദ്യം ചെയ്യാനില്ല, അവിടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ്. പക്ഷേ UDFന് അങ്ങനെയല്ല. ഒരുപാട് ഗ്രൂപ്പുണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഒരാളൊരു നിലപാടെടുത്താൽ എന്തുകൊണ്ട് അത് എന്നോട് ചോദിച്ചില്ല, എൻ്റെ വകുപ്പിൽപ്പെട്ട കാര്യമാണ്, അത് എന്നെ അറിയിക്കാണ്ട് എങ്ങനെ നിലപാടെടുത്ത സാധനങ്ങൾ ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മറുപടി പറയേണ്ടി വരും. അല്ല, ജനാധിപത്യം കുറെ കൂടി നിലനിൽക്കുന്ന പാർട്ടി തന്നെയാണ് UDF. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവും, ഉത്തരം പറയേണ്ടതായിട്ട് വരും. എന്തായാലും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നയങ്ങളും ഒന്ന് ചേർന്ന് പോയാൽ മാത്രമേ ഭരണം സുഗമമാവുള്ളൂ. ഇവിടെ ജനങ്ങളുടെ താല്പര്യങ്ങളും പരിരക്ഷിക്കേണ്ടതായി വരും. ഒപ്പം ഖജനാവിൽ എങ്ങനെ പണം കൊണ്ടുവരാമെന്നുള്ളത് ധനകാര്യ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വലിയ തലവേദന തന്നെയാണ്. ഇതിനിടയിലുള്ള സമവായം മാത്രമേ സാധ്യമാകൂ. എന്തായാലും എന്താ ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.